എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വീനക്ക് കട്ട് ചെയ്ത് തയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതേപോലെ ഒരു റഫ് തുണിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ടും ബാക്കും ഒപ്പം മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോളർ പോലെയുള്ള വീനക്കാണ് ഇതിൽ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ ഫുള്ളായിട്ട് ഇടണം, അതായത് ഷോൾഡറിൻ്റെ അകലം കുറയ്ക്കാൻ പാടില്ല. ഇതിപ്പോൾ 7.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ ഷോൾഡർ ഡൗണ് 1 ഇഞ്ച് ഇടണം. കഴുത്തിൻ്റെ വീതി നമുക്കൊരു 4 ഇഞ്ച് കൊടുക്കാം. അത് നമ്മൾ എത്രയാണോ വീതി വേണ്ടത് അതിൽ നിന്ന് 1 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി. ഇനി ഇതേപോലെ ഷോൾഡർ വരയ്ക്കുക. അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ഒരു 8.5 ഇഞ്ച് എടുക്കാം. അതിനുശേഷം ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് ഈ കോളറിൻ്റെ ബോർഡർ കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ 1.5 ഇഞ്ചാണെങ്കിൽ അല്പം കൂടെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യുക. ഇനി ബാക്ക് നെക്ക് വന്നിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്താൽ മതി. ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബോർഡർ ഇതേപോലെ നമുക്ക് ഏത് കളറാണ് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കാം. ഇത് ഞാൻ ഈ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി വന്നിട്ട് 3 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ചാണ് ഗ്യാപ്പ് ഇട്ടത്. അപ്പോൾ 3 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി അയൺ ചെയ്ത് എടുക്കുക. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇത് എത്ര വേണമെന്ന് നോക്കാം. ഇവിടെ ഈ ഓപ്പണിൻ്റെ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ കഴുത്തിൻ്റെ അകലമൊന്ന് അളന്ന് നോക്കുക. ഇത് 28ഉം ഇങ്ങോട്ട് 2 30 ഇഞ്ച് നീളം വേണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടും നമുക്ക് 1/2 ഇഞ്ച് വീതി തന്നെ തയ്യത്തുമ്പ് പിടിക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങാം. ഇവിടെ 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഇതുവരെയാണ് തയ്ക്കേണ്ടത്. അതിനുശേഷം ഇത് തിരിച്ചിട്ടിട്ട് ഈ കോർണറിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് വയ്ക്കുക. ഇനി ഇതേപോലെ അടിവശത്തേക്ക് ഈ തയ്യത്തുമ്പ് നിവർത്തിയെടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഈ പീസ് ഇതിനകത്തേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ തയ്യത്തുമ്പിൽ ഒരു തയ്യലിടാം. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ ഒരു മേൽത്തയ്യലിടുക. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഈ നെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.